പത്തനംതിട്ട ജയിലിൽ വെച്ച് 19/7/2013 ഈ കേസിലെ ഒന്നാം പ്രതിയായ സരിത നായർ എനിക്ക് 21 പേജുള്ള ഒരു ഡ്രാഫ്റ്റാണ് എൻ്റെ തന്നത്. അത് പിന്നീട് ഈ കേസിലെ രണ്ടാം പ്രതിയായ ഇപ്പോഴത്തെ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിൻ്റെ ഗൂഢാലോചന ഭാഗമായിട്ട് അത് 4 പേജും കൂടെ ആഡ് ചെയ്ത് അത് 25 പേജാക്കി അത് സോളാർ കമ്മീഷനിലും പലയിടത്തും ഹാജരാക്കിയിട്ടുണ്ട്. എൻ്റെ മൊഴിയെടുത്ത് ആദ്യം ഒരു മൊഴി എടുത്തിരുന്നു. ആ മൊഴിയിൽ പ്രഥമാദൃഷ്ടി കേസ് ഇതിനകത്ത് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കോടതി കണ്ടെത്തിക്കൊണ്ട് ശേഷമാണ് അത് CC ആക്കിയിട്ട് രണ്ടാമത് എൻ്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ വ്യക്തമായിട്ട് കോടതിയോട് പറഞ്ഞിട്ടുണ്ട്. അത് 21 പേജാണ് എനിക്ക് കിട്ടിയത്. അത് ബാക്കി 4 പേജും കൂടെ ആഡ് ചെയ്ത് 25 പേജ് ഉണ്ടാക്കി നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ പേര് മനഃപൂർവ്വം അതിനകത്ത് ആഡ് ചെയ്ത് പല UDF നേതാക്കന്മാരുടെ പേരും അതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് അത് കൊടുത്തിരിക്കുന്നു. പങ്കുകാരനായിരുന്നു ഇതിനകത്ത്. ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ജനകീയമായ മുഖ്യമന്ത്രിയെ അദ്ദേഹം മനസാവാച കർമ്മണ അറിയാത്ത ഒരു സംഗതിയിൽ ആരുടെ നിർദ്ദേശപ്രകാരമാണെങ്കിലും ആ കത്തിലേക്ക് കൂട്ടിച്ചേർത്ത് ലോകമധ്യത്തിൽ അധിക്ഷേപിക്കാനുള്ള നീക്കം നടക്കുമ്പോൾ ഫെനി ബാലകൃഷ്ണൻ സാക്ഷിയാണ്, പങ്കാളിയാണ്. പങ്കാളി എന്ന് പറയരുത് ആഷ്മി. ഞാൻ കണ്ടു എന്നുള്ള കാര്യം കറക്റ്റാണ്. കണ്ടതിന് ശേഷം അതിനുശേഷമാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. ഞാൻ വക്കാലത്ത് ഒഴിയുകയും ഇവരുമായിട്ടുള്ള സമ്പർക്കം എല്ലാം തീർക്കുകയും ചെയ്തു. എവിടെയാണ് വക്കാലത്ത് ഒഴിഞ്ഞ? എപ്പോഴാണ് വക്കാലത്ത്? അതിനുശേഷം ഈ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ താങ്കൾക്കറിയാം, അതൊരു മാരക പ്രഹരശേഷിയുള്ള ബോംബാണ് കത്ത് താങ്കൾക്കറിയാം. പച്ചക്കള്ളമായി എഴുതി ചേർത്താണ് താങ്കൾക്കറിയാം. അതിനുശേഷവും വന്ന് പൂർണ്ണ ബിന്ദുവിനോട് പരാതിക്കാർക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ താങ്കൾ പങ്കെടുക്കുകയാണ് അല്ലേ? വാർത്താ സമ്മേളനത്തിൽ ഞാൻ അതിനുശേഷം ഞാൻ ഈ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് ഞാൻ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല. ഈ പറഞ്ഞ കത്ത് കയ്യിലുണ്ട്, 30 പേജുള്ള കത്ത് കയ്യിലുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിന്റെ വഴിയിലാണ് ഈ പറയുന്ന കൊട്ടാരക്കര ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് ശരണ്യ മനോജ്. അതെ. അതിനുശേഷം ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ട്, അന്ന് ഫെനി കൂടെ ഉണ്ട്. അന്ന് ഞാൻ കൂടെ ഇരിപ്പുണ്ട്. അത് ലാസ്റ്റ് ആയിരുന്നു. ഇപ്പൊ താങ്കൾ ഇപ്പൊ പറയും താങ്കൾ കുറ്റബോധമാണ്, അല്ലെങ്കിൽ താങ്കൾ എന്താണ് ഇനി ആർക്കും ആ അവസ്ഥ വരരുത് എന്ന ഒരു കോൺസയൻസ്, ഒരു മനസാക്ഷിയാണ് താങ്കളെ നയിച്ചിരുന്നുവെങ്കിൽ താങ്കൾക്ക് ആ മനസാക്ഷി അപ്പോൾ നയിക്കണം താങ്കളെ. പ്രദീപിനോട് ഞാൻ പറഞ്ഞു ഞാൻ ഈ കാര്യത്തിൽ പങ്ക് കൂടത്തില്ലെന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർത്തത് എവിടെ വെച്ചിട്ട്? ഈ യാത്രയിലാണ് എഴുതി ചേർത്തത്. ഈ യാത്രയിൽ വെച്ച് അല്ല, യാത്രയിൽ കൊണ്ട് ഞങ്ങൾക്കത് ഡ്രാഫ്റ്റ് കൊണ്ട് തന്നു. എവിടെ വെച്ച്, ഏത് സ്ഥലത്ത് വെച്ചാണ്? ഇത് കൊട്ടാരക്കര തിരുവനന്തപുരം റൂട്ടാ. ഞാനവിടെ പോയത്, ജയിലിൽ പോയത് ഈ കത്ത് വാങ്ങിക്കാനാണ്. കത്തെന്ന് പറഞ്ഞാൽ പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ കത്ത്, അതൊരു ഡ്രാഫ്റ്റാ. ഈ കത്തത്തിന് എന്തിനാ മീഡിയക്കാർ പറയുന്നത് എനിക്കറിയത്തില്ല. അത് ഡ്രാഫ്റ്റ് ആണ്. അത് അവിടെ ചെന്ന് ഞാൻ 21 പേജ് ബോധ്യപ്പെട്ട് അവിടെ എഴുതി ഒപ്പിട്ടിട്ടാണ് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ 21 പേജിലുള്ള ഡിസ്പ്യൂട്ട് ഇല്ല വെച്ചാൽ അവിടെ ഒരു റെക്കോർഡ് അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പം ഈ 25ഉം 4ഉം ഒക്കെ അത് പിന്നീടുള്ള കാര്യമാണ്. അതിലെ ഗണേഷ് കുമാറിനെതിരെ പീഡനാരോപണം ഉണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്. രണ്ടാമത്തെ പേജിൽ താങ്കൾ കണ്ടു എന്നാണ് അല്ലേ? കണ്ടുകൊണ്ടല്ലേ, വായിച്ചുകൊണ്ടല്ലേ പറയുന്നത്. ഗണേഷ് കുമാറിന്റെ പീഡനം എഴുതപ്പെട്ട, അല്ലെങ്കിൽ ഗണേഷ് കുമാർ രാഷ്ട്രീയ ഭാവി തുലച്ചു കളയാൻ കഴിയുന്ന ഒരു കത്ത് എന്തുകൊണ്ടാണ് അതേ ഗണേഷ് കുമാറിന്റെ PAക്ക് തന്നെ കൈമാറാം എന്ന് ഈ പരാതിക്കാർ തീരുമാനിക്കുന്നത്? അതിനെക്കുറിച്ച് അവരുമായിട്ടുള്ള നേരത്തെയോട്ടുള്ള ബന്ധമാണ്. ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചു. അന്നേരം അദ്ദേഹം പരാതിക്കാരി എന്നോട് ഒറ്റ വാക്കേ പറയുള്ളൂ, അത് അവന്മാരെ കാണണം, അത് എങ്ങനെ ആളുടെ പേരും കൊണ്ടുണ്ടെന്ന് അത് കാണേണ്ട ആവശ്യമുണ്ടെന്ന്. അതാണ് അതിനകത്ത്. അപ്പോൾ അന്നേ ബ്ലാക്ക് മെയിലിന് വേണ്ടിയാണ് ഈ കത്ത്, അല്ലാതെ കോടതിയിൽ കൊടുക്കാൻ വേണ്ടി ഒന്നും അല്ല. ബ്ലാക്ക് മെയിൽ വേണ്ടിയാണോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല.